നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും അവരുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയുവാൻ ജാതകം പരിശോധിച്ച് പ്രശ്നപരിഹാരങ്ങളും വഴിപാടുകളും നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. ദോഷപരിഹാരത്തിനായി അത്ഭുത ഫലപ്രാപ്തിയെ തരുന്ന യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. ധനത്തിനായി ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യവശത്തിനായി ബാണേശി യന്ത്രവും, സർവ ഐശ്വര്യത്തിനും ദോഷശാന്തിക്കുമായി മഹാസുദർശന യന്ത്രവും, ശത്രുദോഷത്തിന് ബഗിളാമുഖിയും, സർവജനവശ്യത്തിനായി അശ്വാരൂഢവും, നവഗ്രഹ ദോഷങ്ങൾക്ക് നവഗ്രഹ യന്ത്രവും തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിലെ സർവകാര്യ വിജയത്തിനായുള്ള സമസ്ത യന്ത്രങ്ങളും ഇവിടെ തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. പഞ്ചമഹാപുരുഷ യോഗങ്ങളിലൊന്നായ മാളവ്യ യോഗം തികച്ചും ഒരു വ്യാഴവട്ടക്കാലം അഥവാ 12 വർഷങ്ങൾക്ക് ശേഷമാണ് മാളവ്യ യോഗം ഈ പറയാൻ പോകുന്ന നക്ഷത്രജാതർക്ക് അനുഭവവേദ്യമാകുന്നത്. 2026 മെയ് മാസത്തിൻ്റെ തുടക്കത്തിൽ ശുക്രൻ തൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന ഇടവം രാശിയിൽ സഞ്ചരിക്കുന്നതിലൂടെയാണ് അതിശക്തമായ മാളവ്യ രാജയോഗം രൂപപ്പെടുന്നത്. പഞ്ചമഹാപുരുഷ യോഗങ്ങളിലൊന്നായ മാളവ്യ യോഗം ഭൗതിക സുഖങ്ങൾ, സൗന്ദര്യം, സമ്പത്ത്, കലാപരമായ കഴിവുകൾ എന്നിവ നൽകുന്നവയാണ്. അതിൻ്റേതായ പ്രതീകമാണ് വാസ്തവത്തിൽ മാളവ്യ യോഗം. രോഹിണി കാർത്തിക മുക്കാൽ ചേരുന്ന ഇടവം രാശി നക്ഷത്ര ജാതർക്കാണ് ആദ്യമായി ഇതിൻ്റെ ഗുണം ലഭിക്കുന്നത്. ശുക്രൻ ഇടവം രാശിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് മാളവ്യ യോഗത്തിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കുമെന്നുള്ളതാണ്. വ്യക്തിബന്ധത്തിൽ വലിയ ആകർഷണീയത കൈവരും. അതുപോലെ തന്നെ മുടങ്ങിക്കിടന്ന ആഡംബര വസ്തുക്കൾ വാങ്ങാനുള്ള ഭാഗ്യമുണ്ടാകും. എന്നുവെച്ചാൽ ചില ആഡംബര വസ്തുക്കളോട് നമുക്ക് അല്പം താല്പര്യമുണ്ടായെന്ന് വന്നേക്കാം. അതാണ് മുടങ്ങിക്കിടന്ന ആഡംബര വസ്തുക്കളെന്ന് പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത്. ആ താല്പര്യമുള്ള ആ വസ്തുക്കൾ വാങ്ങാനുള്ള ഭാഗ്യം വന്നു ചേരും. സ്വന്തമായി വീടോ വാഹനമോ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി പൂർണ്ണമായും തെളിയും. അതുപോലെ തന്നെ കലാ സാഹിത്യ രംഗത്തുള്ളവർക്ക് പ്രശസ്തിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. ബിസിനസ്സിൽ വലിയ ലാഭം പ്രതീക്ഷിക്കാം. സ്ത്രീ പങ്കാളികളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ വലിയ സഹായവും വന്നു ചേരാം. അതുപോലെ തന്നെ തൊഴിൽ സാധ്യത ആഗ്രഹിക്കുന്ന, തൊഴിൽ വേണമെന്ന് ചിന്തിച്ചിരുന്ന് കഠിനമായി അധ്വാനിക്കുന്ന യുവതി യുവാക്കൾക്ക് ഈ പറഞ്ഞ മാളവ്യ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ 2026 അവസാനിക്കും മുമ്പ് തൊഴിൽ സാധ്യമാകും. അടുത്തത് കന്നി രാശിയിലെ അത്തം, ചിത്തിര, പകുതി നക്ഷത്രങ്ങൾ ചേരുന്ന നക്ഷത്രജാതരാണ്. കന്നി രാശിക്കാരുടെ 9ാം ഭാവം അഥവാ ഭാഗ്യഭാവത്തിലാണ് ഈ യോഗം നടക്കുന്നത്. വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളുണ്ടാകും. പിതൃസ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. ചിട്ടി, ലോട്ടറി തുടങ്ങിയ ഭാഗ്യ പരീക്ഷണങ്ങളിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുമുള്ള യോഗം കാണുന്നുണ്ട്. വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും സാമൂഹികപരമായും സാമ്പത്തികപരമായും ഉയർച്ച ഉറപ്പായും ഉണ്ടാകും. അടുത്തതായി കുംഭം രാശി നക്ഷത്ര ജാതരാണ്. അതായത് അവിട്ടം, പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭം രാശി നക്ഷത്ര ജാതർ. കുംഭം രാശിക്കാരുടെ 4ാം ഭാവത്തിൽ അത് സുഖസ്ഥാനമാണ്. 4ാം ഭാവം എന്ന് പറഞ്ഞാൽ ഈ യോഗം വരുന്നത് അവിടെയാണ്. ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. പുതിയ വീട് വാങ്ങാനുള്ള ഭാഗ്യമുണ്ടാവും. വാഹനങ്ങൾ വാങ്ങാനുള്ള ഭാഗ്യമുണ്ടാവും. ആഭരണങ്ങൾ വാങ്ങാനുള്ള ഭാഗ്യമുണ്ടാവും. വിവാഹം നടക്കാതിരുന്നത് തടസ്സങ്ങൾ മാറി നടന്നു കിട്ടും. അതുപോലെ വസ്തുക്കളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വന്നു ചേരും.
കടബാധ്യതകൾ ഒന്നാകെ ഇല്ലാതെയാകുന്നതിനായിട്ടുള്ള വഴിതെളിയും. അമ്മയിൽ നിന്നോ അമ്മയുടെ കുടുംബത്തിൽ നിന്നോ വലിയ നേട്ടങ്ങൾ ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് സുഖസൗകര്യങ്ങളോട് കൂടിയ സ്ഥലം മാറ്റമോ പുതിയ ചുമതലകളോ ലഭിക്കും. പഴയ വാഹനങ്ങൾ മാറ്റി പുതിയവ വാങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുകയും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്യും. തീർച്ചയായും ജീവിതത്തിൻ്റെ പശ്ചാത്തലം വളരെയധികം സൗഭാഗ്യദായകമായി മാറുന്ന അവസ്ഥയാണ് കുംഭം രാശിക്കാരായി നക്ഷത്ര ജാതർക്ക് വന്നു ചേരാൻ പോകുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കാണെങ്കിലും അത് കലാ കായിക സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്നവർക്കാണെങ്കിലും ഈ നക്ഷത്ര ജാതരാണെങ്കിൽ തീർച്ചയായും സൗഭാഗ്യങ്ങളുടെ ഒരു വലിയ നേട്ടം തന്നെയായിരിക്കും അവരുടെ കൈകളിൽ എത്താൻ പോകുന്നത്. അടുത്തത് വൃശ്ചികം രാശിയിലെ വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. വൃശ്ചികം രാശിക്കാരുടെ 7ാം ഭാവത്തിൽ അഥവാ കളത്ര സ്ഥാനത്തിലാണ് ഈ യോഗം വരുന്നത്. ബന്ധങ്ങളെ ശക്തിപ്പെടുത്തും. അതായത് വിട്ടുപിരിഞ്ഞു നിൽക്കുന്ന ബന്ധങ്ങൾ പോലും കുടുംബത്തിലേക്ക് തിരികെ വരും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയാനുള്ളത്. അതുപോലെ തന്നെ വിവാഹാലോചനകളിൽ പെട്ടെന്ന് തീരുമാനമുണ്ടാകും. പങ്കാളിയുടെ പേരിൽ നടത്തുന്ന ബിസിനസ്സുകളിൽ വലിയ പുരോഗതി ഉണ്ടാവും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനപ്രീതി വർദ്ധിക്കും. വ്യക്തിത്വം, ശത്രുക്കളുടെ മേൽ വിജയം നേടാനൊക്കെയുള്ള ഭാഗ്യമുണ്ടാകും. കടബാധ്യതകൾ തീർക്കാനും അതിൻ്റെ പേരിൽ സന്തോഷിക്കുവാനുമുള്ള അവസരങ്ങളുണ്ടാകും. വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിജയകരമായിരിക്കുന്ന മുൻപോട്ടുള്ള പോക്ക് അനിവാര്യമായി വരും. തൊഴിൽ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് തൊഴിൽ സാധ്യത 2026 പൂർണ്ണമാകും. അതുപോലെ തന്നെ ബിസിനസ് മേഖലകളിൽ നിൽക്കുന്ന ആളുകൾക്ക് വളരെ ലാഭസാധ്യതയുള്ള ബിസിനസ്സുകളിലേക്ക് ചെന്നെത്തുവാൻ കഴിയും. പൊതുവിൽ എല്ലാം കൊണ്ടും വളരെ ഭാഗ്യദായകമായ അനുഭവമാണ് മാളവ്യ യോഗത്തിലൂടെ വന്നു ചേരാൻ പോകുന്നത്. പഞ്ചപുരുഷ മഹായോഗം എന്ന് പറയുന്നത് വെറുതെ അല്ല. നക്ഷത്ര ജാതർക്ക്, അതായത് 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നക്ഷത്ര ജാതർക്ക് ഈ ഭാഗ്യം വന്നു ചേരുന്നത്. തീർച്ചയായിട്ടും നാട്ടിലെ ഭാഗ്യക്കുറിയൊക്കെ കിട്ടുക, വിദേശ ഭാഗ്യക്കുറി കിട്ടുക, സമൃദ്ധിയുടേതായിരിക്കുന്ന നാളുകൾ വന്നു ചേരുക തുടങ്ങി ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ അനുഭവിക്കുവാനുള്ള ഭാഗ്യമാണ് ഇപ്പറഞ്ഞ നക്ഷത്ര ജാതർക്ക് വന്നു ചേരാൻ പോകുന്ന ഭാഗ്യം. മാളവ്യ യോഗത്തിൻ്റെ ശുഭഫലങ്ങൾ വർദ്ധിപ്പിക്കുവാൻ നമുക്ക് ചില പരിഹാരങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവിക്ക് വെളുത്ത പുഷ്പങ്ങൾ, താമര, മുല്ല തുടങ്ങിയ പുഷ്പങ്ങളാൽ സമർപ്പണം നടത്തുക. ഓം ശ്രീ മഹാലക്ഷ്മിയേ നമ എന്ന മന്ത്രം 108 ചൊല്ലുക. സാധിക്കുമെങ്കിൽ വെള്ളിയാഴ്ചകളിൽ ഉപ്പും എണ്ണയും ഒഴിവാക്കിയുള്ള ഭക്ഷണം ശീലിക്കുക. അതുപോലെ തന്നെ വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങളോ മധുരപലഹാരങ്ങളോ നിർധനരായ സ്ത്രീകൾക്ക് ദാനം ചെയ്യുന്നത് ശുക്രപ്രീതിക്ക് വളരെയധികം ഉത്തമമാണ്. വെള്ളിയാഴ്ചകളിൽ വൃത്തിയുള്ളതും ഇളം നിറത്തിലുള്ളതുമായ വസ്ത്രങ്ങൾ ധരിക്കുക. അത് പ്രത്യേകിച്ച് വെള്ള, ഓഫ് വൈറ്റ് വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നതും സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നതും ശുക്രനെ പ്രീതിപ്പെടുത്തുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ക്ഷേത്ര ദർശനങ്ങൾ അനിവാര്യമാണ്. ക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ നാമസങ്കീർത്തനങ്ങൾ തുടങ്ങിയവ കൃത്യമായും പാലിക്കുവാൻ നാം ശ്രമിക്കണം. അതിലൂടെയാണ് ഈ ഭാഗ്യ സൗഭാഗ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത്. സ്വാഭാവികമായിട്ടുള്ള ഉയർച്ച താഴ്ചകളിൽ നിന്ന് നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കണം. ആയതുകൊണ്ട് തന്നെ ഈശ്വര പ്രാർത്ഥന എപ്പോഴും അനിവാര്യമായിരിക്കണം. ഈശ്വരനെ മനസ്സിൽ നിറച്ചുകൊണ്ടുള്ള ദിവസങ്ങളുടെ ആരംഭവും അതുപോലെ തന്നെ വൈകുന്നേരത്ത് കിടക്കാൻ പോകുമ്പോഴും ഈശ്വരനെ തന്നെ പ്രാർത്ഥിക്കുക. എല്ലാ നന്മകൾക്കും കാരണം ഈശ്വരൻ തന്നെയാണ് എന്ന് വിശ്വസിക്കുക. നമ്മളാൽ കഴിയുന്ന പൂജയും അതുപോലെ തന്നെ പരിഹാര മാർഗങ്ങളുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ക്ഷേത്രങ്ങളിൽ, നമ്മുടെ പ്രദേശത്തുള്ള ക്ഷേത്രങ്ങളിലോ നമ്മൾ യാത്രക്കിടയിൽ കാണുന്ന ക്ഷേത്രങ്ങളിലോ എവിടെയെങ്കിലും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.
ദൈവികമായിരിക്കുന്ന അനുഗ്രഹം നമ്മളിലേക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗ്യങ്ങളെല്ലാം വന്നു ചേരും. അല്ലാതെ ഇതൊരു ഇതൊക്കെ പറയുന്നെങ്കിലും ഈ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്നു. ഇതിൻ്റെ ഭാഗ്യങ്ങൾ അനുഭവിക്കുവാൻ നമുക്ക് വിധിയുമുണ്ട്. പക്ഷേ അത് വളരെ കൂടുതലായിട്ട് അനുഭവിക്കാനും വളരെ സ്ട്രോങ് ആയിട്ട് അനുഭവിക്കുവാനും ദൈവികമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.